ഹായ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹെയർ ഓയിലാണ്. അത് മുടി കൊഴിച്ചിലിന്, ഗ്രേ ഹെയർ, എല്ലാവരുടെയും പ്രശ്നമാണ് ഇപ്പം ഗ്രേ ഹെയർ. അതാണ് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നം, ചെറു പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നത്. അതിനുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് ഈ എണ്ണ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് മുടി വളരാനുള്ളതാണ്. ഇത് മുടി കൊഴിച്ചിലിന്, മുടി വളരാനും ഗ്രേ ഹെയർ മാറാനും ഉള്ളതാണ്. അതിന് ഞാൻ കുറച്ച് പച്ചമരുന്നുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ തൊടിയിലും വീട്ടിൻ്റെ വളപ്പിലും ഒക്കെ കിട്ടുന്നത് തന്നെയാണ്. ഇത് നീലാമരിയാണ്. മുടി വളരാനും ഗ്രേ ഹെയർ മാറാനും ഹെയർ നന്നായിട്ട് കൊഴിയുന്നത് തടയാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് നീലയമരി. ഇത് ഞാൻ കുറച്ച് നമ്മുടെ വളപ്പിലൊക്കെ തന്നെ കിട്ടുന്നതാണ്, ഇല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. ഇത് പച്ചയ്ക്കുള്ളതാണ് ഉപയോഗിക്കുന്നതാണ്, എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നതാണ്, വളരെ നല്ലത്. ഇത് ബ്രഹ്മിയാണ്. ബുദ്ധിശക്തിക്ക്, ഓർമ്മശക്തിക്ക്, ഉറക്കം കിട്ടാനുമാണ്. ഉറക്കം കിട്ടാത്തത് കൊണ്ടാണ് പലർക്കും മുടി കൊഴിച്ചിലുണ്ടാവുന്നത്. അതിനും കൂടി ഒരു പ്രതിവിധിയാണ് ഈ ബ്രഹ്മി നമ്മളിതെടുക്കുന്നത്. അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് കയ്യോന്നിയാണ്. അതായത് കൈതോന്നി എന്നും പറയാം. മുടി വളരാനും തലയ്ക്ക് നല്ല കുളിർമ കിട്ടാനും ഒക്കെയാണ്. പലരുടെയും തല നന്നായിട്ട് ഹീറ്റ് ആകുമ്പോഴത്തേക്കാണ് മുടി കൊഴിച്ചിലുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ കൈതോന്നി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തല നല്ല തണുപ്പ് കിട്ടും. മുടി കൊഴിച്ചിൽ നല്ല ഒരു പരിധിവരെ കുറയുകയും ചെയ്യും. മുടി നന്നായിട്ട് കിളിർക്കുകയും ചെയ്യും. മുടി നല്ല കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും. അടുത്ത് ഞാൻ എടുത്തത് മൈലാഞ്ചിയാണ്. ഇത് നര മാറാനും നല്ല മുടിക്ക് നല്ല തിളക്കം കിട്ടാനുമാണ് മൈലാഞ്ചി ഉപയോഗിക്കുന്നത്. മൈലാഞ്ചിയെ പറ്റി എല്ലാവർക്കും അറിയാം, ഹെന്ന പൗഡറായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് തുളസി ഇലയാണ്. അത് നമ്മുടെ പേൻ ശല്യം മാറാനും നീർത്താഴ്ച, നമ്മുടെ തലയിൽ നീർത്താഴ്ച ഉണ്ടാവാതിരിക്കാനും ഒക്കെയാണ് തുളസിയില ഉപയോഗിക്കുന്നത്. അതുപോലെ മുടിക്ക് വളരെ നല്ലതാണ് തുളസിയില. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പില മുടിക്ക് വളരെ നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും കറിവേപ്പില നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കീഴാർനെല്ലിയാണ്. നമ്മൾ മഞ്ഞപ്പിത്തത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഇത് മുടി കൊഴിച്ചിൽ തടയാനും തലവേദന ഇല്ലാതാക്കാനും ഒക്കെ കീഴാർനെല്ലി വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഇതും കുറച്ചെടുത്തിട്ടുണ്ട്. പൂവാൻ കുറുനിലയാണ്. നമ്മൾ പലതരം എണ്ണകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ തലവേദന, പല എണ്ണ തേക്കുമ്പോൾ തലവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഇല്ലാതാക്കാനാണ് ഞാൻ പൂവാൻ കുറുനില എടുത്തിട്ടുള്ളത്. അത് തലവേദനയ്ക്കും മൈഗ്രെയിൻ പ്രശ്നങ്ങൾക്കും എല്ലാം വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നെല്ലിക്കയും കറ്റാർവാഴയും കൂടി എടുത്തിട്ടുണ്ട്. അത് മുടിക്ക് വളരെ നല്ലതാണ്, മുടി കറുക്കാൻ. അങ്ങനെ എല്ലാം കൂടി ഞാൻ മിക്സിയിൽ അടിച്ച് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഞാൻ നെല്ലിക്കയും കറ്റാർവാഴയും അടിച്ചിട്ടില്ല. ബാക്കി എല്ലാ മരുന്നുകളും ചേർത്ത് നന്നായി അടിച്ച് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് അടിച്ചാൽ മതി. മിക്സിയിൽ അടിച്ച് നന്നായിട്ട് അരച്ച് പിഴിഞ്ഞെടുത്ത നീര് ഞാനൊരു വലിയ പാത്രത്തിൽ, വലിയൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ വെച്ച് നമുക്ക് തിളപ്പിക്കാം. പിന്നെ ഞാൻ കറ്റാർവാഴ തോല് കളഞ്ഞ് ജെല്ലെടുത്തിട്ടുണ്ട്. അതിനെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതും ഇതിൽ മിക്സ് ചെയ്യാം. കൂടാതെ നെല്ലിക്ക കുരു കളഞ്ഞ് അതും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലടിച്ച് അതിൻ്റെ നീരും എടുത്ത് ഇതിനോട് മിക്സ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. എല്ലാം കൂടി തിളച്ച് വറ്റി വരുമ്പോഴേക്ക്, ഏകദേശം മരുന്നെല്ലാം കൂടി വറ്റി വരും. അപ്പോഴേക്ക് 1 കിലോ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇലകളെല്ലാം ഞാൻ ഓരോ പിടി വെച്ചാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത് മരുന്ന് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാൻ 1 കിലോ വെളിച്ചെണ്ണയാണ് കാച്ചുന്നത്. 1 കിലോ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിളപ്പിക്കാം. തിളച്ചിക്കുമ്പോഴത്തേക്ക് നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. എണ്ണ ഏകദേശം പാകമായി വരുമ്പോൾ ഇതിൻ്റെ പതയെല്ലാം പറ്റി ഇതിനൊരു സൗണ്ട് ഉണ്ടാവും. അതെല്ലാം മാറി അപ്പോഴത്തേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോഴേക്ക് ഏകദേശം പാകമായി എന്നറിയും. വെളിച്ചെണ്ണയ്ക്ക് നല്ല മണം ഉണ്ടാവും. അപ്പോഴേക്ക് നമ്മൾ നേരത്തെ തന്നെ ഒരു പാത്രം ഉണക്കി വെച്ചിരിക്കണം. ഈ വെളിച്ചെണ്ണ ഈ ചട്ടിയിൽ തന്നെ വച്ചിരുന്നാൽ പാകം കൂടിപ്പോവും. അതുകൊണ്ടാണ് വേറൊരു പാത്രത്തിലേക്ക് ഇത് പകർത്തിയെടുക്കുന്നത്. ഈ ചൂടോടെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം. പകർത്തിയെടുത്ത എണ്ണ തണുത്തതിന് ശേഷം നമുക്ക് കുപ്പികളിലാക്കാം. അത് ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേടുകൂടാതെ. വെള്ള ഈർപ്പം മാത്രം അതിലുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഉണങ്ങിയ പാത്രത്തിൽ തന്നെ നമ്മൾ നേരത്തെ തന്നെ ആക്കി വെക്കുന്നത്. ഇത് വളരെ നല്ലതാണ്. നമ്മൾ വിലപിടിപ്പുള്ള എണ്ണകൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിന് പകരം നമുക്കിത് കുറച്ച് സമയമെടുത്ത് കുറച്ച് സാധനം വെച്ച് തന്നെ ഉണ്ടാക്കാം. ഇതിലെല്ലാ സാധനങ്ങളും ഇല്ലെങ്കിലും നമുക്കിത് കുറച്ച് കയ്യിൽ കിട്ടുന്ന സാധനം വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം. ബായ്.